Hi students, today we are discussing about the topic Introduction to Artificial Intelligence and Problem Solving. Artificial Intelligence എന്ന് പറയുമ്പോൾ ഒരുപാട് വേരിയസ് ഏരിയാസ് അതിൽ നമുക്ക് അവൈലബിൾ ആണ്. AI അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും, പക്ഷെ അറിയാത്ത കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആദ്യമായിട്ട് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് മെഷീൻസ് ഓർ സോഫ്റ്റ്വെയർസ് ടു പെർഫോം ടാസ്ക്സ് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇന്റലിജൻസ്. ഇതെന്ന് പറഞ്ഞാൽ AI ഒരു സിമ്പിൾ ഡെഫിനിഷൻ മാത്രമാണ്. നമ്മളത് പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പം ഹ്യൂമൻ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മെഷീൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിന് പെർഫോം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതിനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ സിസ്റ്റം ക്യാൻ ലേൺ ഫ്രം എക്സ്പീരിയൻസ്, അഡാപ്റ്റ് ടു ന്യൂ ഇൻപുട്സ് ആൻഡ് പെർഫോം ടാസ്ക്. എന്തൊക്കെ ടാസ്ക് അതിൽ ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ആൻഡ് റെക്കഗ്നൈസിങ് പാറ്റേൺസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ AI എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും, അതുപോലെ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ കഴിയും, പിന്നെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, പിന്നെ പാറ്റേൺസിനെ മനസ്സിലാക്കാൻ, ടു റെക്കഗ്നൈസ് പാറ്റേൺസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ AI വെച്ചിട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ് ആണ് ദ ഗോൾ ഈസ് ടു ക്രിയേറ്റ് സിസ്റ്റം ദാറ്റ് കാൻ സിമുലേറ്റ് ഹ്യൂമൻ തിങ്കിങ് ആൻഡ് ബിഹേവിയർ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെയും സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താന്ന് ഉള്ളതും അതിന്റെ ഗോളും എന്താണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ കീ ഏരിയാസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയാസ്. ഫസ്റ്റത്തേതാണ് മെഷീൻ ലേണിംഗ്, അതിലുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP, നെക്സ്റ്റ് കമ്പ്യൂട്ടർ വിഷൻ, ദെൻ റോബോട്ടിക്സ്. ഇത്രയും കീ ഏരിയാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പറയുമ്പം ഈ മെഷീൻ ലേണിങ്ങും അതുപോലെ കമ്പ്യൂട്ടർ വിഷനും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മൊഡ്യൂളിൽ തന്നെ നമുക്ക് മുമ്പോട്ട് വരുന്ന ടൈമിൽ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഈ കാര്യങ്ങളാണ്, ഈ ഏരിയാസ് ആണ് ഇതിൽ വരുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് എവല്യൂഷൻ ഓഫ് AI. എവല്യൂഷൻ ഓഫ് AI എന്ന് പറഞ്ഞാൽ AI എങ്ങനെ ഏത് രൂപത്തിലാണ് വന്നത്, ഒറ്റ സ്റ്റെപ്പിൽ ഈ AI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിലവിൽ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് AI മാറി വന്നതൊന്നുമല്ല. ഒരുപാട് സ്റ്റേജസിലൂടെ, ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ 1950s ആണ്. അവിടുന്ന് ഫസ്റ്റ് AI പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ ആളാണ് ഈ AI എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ 1956, 1960s, 70s ഇതിന്റെ അപ്ഡേഷൻസ് ആണ് പിന്നെ നടക്കുന്നത്. റൂൾ ബേസ്ഡ് സിസ്റ്റംസ് വന്നിട്ടുണ്ട്, പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റംസ് 1980s വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ അപ്ഡേഷൻസ് ആണ് പിന്നെ ഓരോന്നിലും നടന്നുകൊണ്ടിരിക്കുന്നത്. 2000 വന്നിട്ടുണ്ട് ബിഗ് ഡാറ്റ, അതായത് മോർ ഡാറ്റ കാര്യങ്ങൾ, അതുപോലെ ബെറ്റർ ഹാർഡ്വെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ AI ഒരു എവല്യൂഷനിൽ വന്നൊരു സംഭവമാണ്. പിന്നെ 1910s ഡീപ്പ് ലേണിംഗ് നമുക്ക് ഇതിൽ വരുന്ന നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഡീപ്പ് ലേണിംഗ്. അതെന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടി മുകളിലേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഡീപ്പ് ലേണിംഗ്. പിന്നെ ജനറേറ്റീവ് AI 2020s നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല AI കാര്യങ്ങളിലും ഈ ജനറേറ്റീവ് AI ലേറ്റസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ അത്രയാണ് വന്നിട്ടുള്ളത്. ഇനി മോർ അപ്ഡേഷൻസ് ഒക്കെ ഇതിൽ വരാവുന്നതാണ്, കാരണം ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പോട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ChatGPT, ഇതൊക്കെ ഒരു AI ഒരു അപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് AI പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് AI പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് സെർച്ച് പ്രോബ്ലം, പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, അതുപോലെ ലേണിംഗ് പ്രോബ്ലം, പെർസെപ്ഷൻ, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, റോബോട്ടിക്സ്. ഇതൊക്കെ AI വരുന്ന പ്രോബ്ലംസ് ആണ്. ഇതിൽ സെർച്ചിങ് പ്രോബ്ലം പറഞ്ഞാൽ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി, ടു ഫൈൻഡ് ദി ബെസ്റ്റ് പാത്ത് ഓർ സൊല്യൂഷൻ, അത് ഒരു AI ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നതാണ്. പിന്നെ നോളജ് റെപ്രസെന്റേഷൻ, സ്റ്റോറിങ്ങിനും അതുപോലെ ഇൻഫർമേഷൻ ഓർഗനൈസിങ്ങിനും, സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് ഇൻഫർമേഷൻ,
അതാണ് നോളജ് റെപ്രസെൻറ്റേഷൻ, അത് എയുടെ ഒരു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ലേണിംഗ് പ്രോബ്ലംസ്, ഇമേജ് റെക്കഗ്നിഷൻ, പ്രഡിക്ഷൻ, ഇതൊക്കെ ലേണിംഗ് പ്രോബ്ലംസിൽ വരുന്ന എ ഐ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നമ്മൾ നേരത്തെ എയുടെ ഒരു കീ ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം, ചാറ്റ് ജി പി ടി ട്രാൻസ്ലേഷൻ. നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിനെ പറ്റി കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും തോന്നില്ല, കാരണം എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാറ്റ് ബോട്ട്, അതുപോലെ ചാറ്റ് ജി പി ടി ഒക്കെ തന്നെ ഈ ഒരു രൂപത്തിൽ വരുന്ന സംഭവങ്ങളാണ്. നെക്സ്റ്റ് എ ഐ ടെക്നിക്സ്. എ ഐ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് ഇതിലുള്ളത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ടെക്നിക്സ് ആണ് ഇതിലുള്ളത്. സെർച്ച് അൽഗോരിതം, നോളജ് ബേസ് റെപ്രസെൻറ്റേഷൻ, നോളജ് ബേസ് സിസ്റ്റംസ്, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പ്രോബബിലിസ്റ്റിക് റീസണിങ്, ഈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടെക്നിക്കിൽ വരുന്നതാണ്. ഫസി ലോജിക് എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ടേം ആയിരിക്കും. അത് എയിൽ വരുന്നൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടെക്നിക്കായിട്ടാണ് ഫസി ലോജിക് വരുന്നത്. ഫസി ലോജിക് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമുക്ക് അത് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു സംഭവമല്ല. അത് കൂടുതൽ ഹയർ ഓപ്ഷനിലേക്ക് പോകുമ്പോഴുള്ളതാണ് ഈ ഫസി ലോജിക്. അത് നമ്മുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ അതിന് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ള ഒരു സംഭവം തന്നെ എ ഐ അപ്ലിക്കേഷൻ. എ ഐ അപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്തിനൊക്കെയാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് എ ഐ അപ്ലിക്കേഷൻസിൽ വരുന്നത്. അത് നമുക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല അപ്ലിക്കേഷൻസും ഇതിൽ നമുക്ക് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് എടുക്കാൻ കഴിയും. ആദ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയറിൽ ഡിസീസ് ഡയഗ്നോസിസിന് എ ഐ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് അനാലിസിസ്, ഡ്രഗ് ഡിസ്കവറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ എ ഐ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫിനാൻഷ്യൽ ഏരിയാസിൽ അതിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതുപോലെ ക്രെഡിറ്റ് റിസ്ക് അനാലിസിസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ എ ഐ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് അതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, പല കമ്പനീസും ടെസ്ല ഉൾപ്പെടെയുള്ള പല കമ്പനീസും ഇതുപോലെ ട്രാൻസ്പോർട്ടേഷനിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഇതൊക്കെ. നെക്സ്റ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷനിൽ എ ഐ യൂസ് ചെയ്തുകൊണ്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഡ്യൂക്കേഷൻ വൈസ് നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് സിസ്റ്റം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക് ഗ്രേഡിങ്, അതായത് ഗ്രേഡിംഗ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ അതിൻ്റെ സപ്പോർട്ടോട് കൂടി നടക്കുന്നതാണ്. നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയ. അതിലാണ് എ ഐ ജനറേറ്റഡ് മ്യൂസിക്, ആർട്ട്, വീഡിയോസ്, പിന്നെ കണ്ടന്റ് റെക്കമെൻഡേഷൻ. നമ്മൾ ഇൻസ്റ്റഗ്രാം കാര്യങ്ങളും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലതും നമുക്ക് കണ്ടന്റ് ഇങ്ങോട്ട് തരുന്നുണ്ട്, കണ്ടന്റ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നതും നമുക്ക് കാണാം. അതൊക്കെ ഈ എ ഐയിൽ വരുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പല വീഡിയോസ്, ന്യൂസിൻ്റെ കാര്യങ്ങൾ, മ്യൂസിക്, ആർട്ട്, അങ്ങനെ പലതും നമുക്ക് ഇന്നിപ്പോൾ ഈ എ ഐയുടെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ എ ഐ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ എ ഐയിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയാസ് ഒക്കെ. നെക്സ്റ്റ് അഗ്രികൾച്ചർ പറയുമ്പോൾ ഡിസീസ് ഡിറ്റക്ഷൻ, അതായത് ഏതെങ്കിലും ഒരു പിന്നെ അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ഡിസീസ്, എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ ഒരു ചെടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്ലാന്റിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ എ ഐ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ക്രോപ്പ് മോണിറ്ററിങ് വിത്ത് ഡ്രോൺസ് യൂസ് ചെയ്തിട്ടൊക്കെ ക്രോപ്പിൻ്റെ അതായത് നമ്മുടെ ഈ ചെടി വിളകളൊക്കെ മോണിറ്റർ ചെയ്യാനും ഒക്കെ ഇതൊക്കെ ഈ എ ഐ വെച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി. അതെന്ന് പറയുമ്പോൾ ത്രെട്ട് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ, അനോമലി ഡിറ്റക്ഷൻ ഇൻ നെറ്റ്വർക്കിലുള്ള അനോമലീസിനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ്. ആ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ പല ഫീൽഡും മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൽ എ ഐയുടെ പല ആപ്ലിക്കേഷൻസും അതിൽ ഓരോന്നിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഓരോന്നിലും വർക്ക് ചെയ്യുന്നതുമാണ്. നെക്സ്റ്റ് സ്മാർട്ട് ഹോംസ് ആൻഡ് IoT മീൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്.
അതാണ് ഈ IoT എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അതിൽ വോയിസ് അസിസ്റ്റന്റ്, സ്മാർട്ട് തെർമോസ്റ്റാറ്റ്, സെക്യൂരിറ്റി സിസ്റ്റം, അതുമായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളെ ഈ വീടിനെ ഹൈടെക് ആക്കുന്ന പല സംഭവങ്ങളും ഉണ്ടല്ലോ. ഈ പിന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അത് ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ആളെ നോക്കിയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അതൊക്കെ ഈ IoTയുടെ അണ്ടറിൽ വരുന്നതാണ്. അതൊക്കെ AIയുടെ ഒരു അപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.